വൈകുന്നേരത്തെ ചായകുടിയും പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് പുറത്തോട്ട് തന്നെ ഇറങ്ങുകയാണ്. മെയിനായിട്ട് നമുക്ക് വണ്ടിക്ക് പെട്രോൾ അടിക്കണം, അതുപോലെ തന്നെ ടെസ്കോയിലും പോകണം. നമ്മുടെ ഈ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ പോലെ വണ്ടി എന്താ പറയുക, നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ട് ആൾക്കാർ വന്ന് പെട്രോൾ അടിച്ചു തരില്ല. നമ്മുടെ വണ്ടിക്ക് പെട്രോൾ വേണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി പെട്രോൾ അടിക്കണം. അപ്പോൾ ഈ വണ്ടി എടുത്തതിന് ശേഷം ഞാൻ ഇതുവരെ പെട്രോൾ അടിക്കാൻ അങ്ങനെ പോയിട്ടില്ല. സനോയാണ് മിക്കവാറും പെട്രോൾ അടിക്കുന്നത്. അപ്പോൾ അതും കൂടി പഠിപ്പിച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ കൊണ്ടുപോയി. കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട് പെട്രോൾ വാണിംഗ് കാണിക്കുന്നുണ്ടായിരുന്നു, പെട്രോൾ തീർന്നു. പക്ഷേ അടിക്കാൻ അറിയാത്തതുകൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു. നേരെ പോയി അത് പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ നേരെ ടെസ്കോയിലോട്ട് പോയി അത്യാവശ്യം ഒരാഴ്ചയിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം റീസ്റ്റോക്ക് ചെയ്തു. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് 2 ആഴ്ച അവധിയാണല്ലോ, അതുകൊണ്ട് അത്യാവശ്യം സ്നാക്കും കാര്യങ്ങളൊക്കെ റീസ്റ്റോക്ക് ചെയ്തേ പറ്റുള്ളൂ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ലതാണ്, സൂര്യാസ്തമയ സമയം, നല്ല ചുമന്നിരിക്കുന്ന സ്കൈ ആയിരുന്നു. സാധനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വണ്ടിയിലോട്ട് കയറ്റി വെച്ച് തന്നിട്ടുണ്ട് സാധനം. ഇന്ന് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി കഴിഞ്ഞ് ഇതൊക്കെ എടുത്ത് വെക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ തലയ്ക്ക് ഭ്രാന്താണ്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു പരിപാടിയാണ് കേട്ടോ അത്. പിന്നെ സാധനങ്ങളൊക്കെ വീട്ടിൽ വന്ന് സാധനങ്ങളെല്ലാം പുറത്തേക്ക് ഇറക്കി ഇതെല്ലാം എടുത്ത് വെക്കാൻ നോക്കി. എടുത്ത് വെക്കാൻ നേരത്ത് സിനിമ കാണുന്ന കാര്യങ്ങളും ഇതിന് പുറകെ ഇങ്ങനെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിള്ളേർ പെട്ടെന്ന് വന്നു ഞാൻ എന്നെ സഹായിക്കാൻ വേണ്ടി. കാരണം എത്രയും പെട്ടെന്ന് ഈ പണികൾ തീരുന്നു എന്നാൽ അത്രയും പെട്ടെന്ന് സിനിമ കാണാൻ പറ്റുമല്ലോ. അങ്ങനെ അവരുടെ കൂടി സഹായത്തോടു കൂടി നമ്മുടെ പരിപാടികളെല്ലാം പെട്ടെന്ന് തീർത്തു. സനോയാണെങ്കിൽ ചെറുതായിട്ട് സൈഡായി കിടപ്പാണ് കേട്ടോ. ചെറിയൊരു വയ്യായികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കടയിൽ പോകേണ്ട കാര്യങ്ങളൊന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. ആട് 3 ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, നല്ല റിവ്യൂവും കാര്യങ്ങളും കേട്ടപ്പോഴാണ് ആട് 1 കാണാത്ത ഞങ്ങളിവിടെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചത്. എന്നാൽ പിന്നെ ആട് 1 തന്നെ ആവാം ഇന്നത്തെ മൂവി നൈറ്റ് എന്ന് വിചാരിച്ചു കേട്ടോ. ഞാനിവിടെ ക്യാമറ സെറ്റ് ചെയ്ത് ഫുഡ് എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ച് പോയപ്പോഴാണ് ഇവിടെയുള്ള ഈ ഹായൊക്കെ കിടക്കുന്നത് ഞാൻ എഡിറ്റ് ചെയ്ത് കളയുമെന്ന് വിചാരിച്ചിട്ടാണ് സനയ അവിടെ ഇട്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ആരവില്ലെത്തി, ഞാനത് എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ല, അതവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഡിന്നർ ഒരുവിധം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 8 മണിയാണ്. എന്നാൽ പിന്നെ ഡിന്നറൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ വേഗം ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് ഈ വീഡിയോയുടെ ഇതിന് മുന്നത്തെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ചപ്പാത്തി ഉണ്ടാക്കുന്ന പരിപാടികളെല്ലാം, അതെല്ലാം ഞാൻ ഇനി മുന്നത്തെ ഒരു ഷോർട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കാണാത്തവരൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിക്കോളെ. ഡൂഡുവാണെങ്കിൽ വന്നതാ വരുന്നവർക്ക് പ്ലേറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന പോയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വന്ന് ചപ്പാത്തിയും പൊട്ടാറ്റോ കറിയൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. ഡൂഡ് വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ. അങ്ങനെ അവളും കൂടി വന്നിട്ട് നമ്മുടെ ആട് കാണാമെന്ന് വിചാരിച്ചിട്ടോ. ഈ പറമ്പിൽ സമയം ആട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, ഞാനും പിള്ളേരും കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് 3 ഇറങ്ങുന്ന OTT ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് 1ഉം 2ഉം കണ്ടു തീർത്തേ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം ഡിന്നറെല്ലാം കഴിച്ചുകൊണ്ട് നമ്മുടെ ആട് 1 ആണ് ഇന്നത്തെ ടാർഗറ്റ്. ആട് 1 കണ്ടു തീർത്ത് മറ്റൊരു ദിവസം നമുക്ക് ആട് 2ഉം കൂടി കണ്ടു തീർക്കാം എന്നാണ് വിചാരിക്കുന്നത്. നാളെ ഇവിടെ സമയം കൂടി മാറും കേട്ടോ, അതുകൊണ്ട് നമുക്ക് 1 മണിക്കൂർ കുറവാണ് ഉറങ്ങാൻ കിട്ടുള്ളൂ. അതും കൂടി ഓർത്ത് പെട്ടെന്ന് ഷാജി പാപ്പനെയും കണ്ട് നമുക്ക് പോയി കിടന്നുറങ്ങാം.